നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നന്ദി അർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ, തെറ്റുകളെല്ലാം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന ദിവസം പ്രത്യേകമാവില്ല. ഈ ബലിയിൽ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് അർപ്പിക്കുന്ന കുടുംബങ്ങൾ: പീടികയിൽ ചിറ്റിപ്പറമ്പിൽ ജോൺ റോസി, പ്ലാമോട്ടിൽ ജോയി ഷൈനി മകൻ, ഫിലോമന കണ്ണിക്കോൺ ഡിമ്പിൾ കുടുംബാംഗങ്ങൾ, പുളിപ്പറമ്പിൽ ക്ലീറ്റസ് റോജ റിയ വിജി, ഒളിപ്പറമ്പിൽ പൗലോസ് ജോസഫ് മായ മക്കൾ ഒരു നിയോഗങ്ങളും, നെൽസൺ ഷൈന നടാശ ജോജോ നികിത, അനുമാർട്ടസ് തോമാശ്വലി ഷാരൂൺ ഷീൻ, സന്ധ്യ മഞ്ജു സുസ്മിത നവമി തനുഷ്ക ദിവ്യ സാബു ധാനിയ പോൾ, ഇന്ന് വിവാഹ വാർഷികത ആഘോഷിക്കുന്ന ശോഭന മണി മാത്യൂസ്, ജോസഫ് മർച്ചർ, പ്ലസ്റ്റി ആന്റണി, ബേസിൽ ബെഞ്ചമിൻ, അശോക് ലക്ഷ്മി അജു, ഗാസ്ഫർ ബീന, മൊയ്മിൻ മെമീറ്റ, അനീന കെവിൻ, അമേയ മാക്രിയ ക്രിസ്, റോയി കട്ടയെടുത്ത്, അഗസ്റ്റ് ലൂസി, അജിത് നിഷ, ജവാന ജവാക്കി, അനു, സുബി ജോൺ നീലേശ്വരൻ, സസിൽ കുടുംബം, ജോൺ തിരുനൽത്ത്, നവീൻ കുടുംബം, ജോ പെരേര, എൽ സി ഇഷാൻ, സുജ എൽ സി, ബിബിൻ, സന്തു സനീവ്, ആഷ്ലി ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോൺ, മിഗലന്ന, ഏലിയാമ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നിന്നു ജോർജ്, ഗ്ലാഡിസ് ക്ലീറ്റസ്. മരണമടഞ്ഞു പോയ എല്ലാവരെയും ഈ ബലിയെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവരെയും ഈ ബലിയെ സമർപ്പിച്ച് അപേക്ഷിക്കാം. കരങ്ങൾക്കൊപ്പം നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുവരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിന, എൻ്റെ വിന, എൻ്റെ വലിയ വിന ആകിയാൽ നിതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, കുരിശിൽ കിടന്ന് ദാഹിക്കുന്ന അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിൽ പാവപ്പെട്ടവരുള്ള നിസ്തുലമായ സ്നേഹത്തോടെ പ്രത്യുത്തരം നൽകുവാൻ കന്യകയും വിശുദ്ധയുമായ മദർ തെരേസയെ അങ്ങ് അനുഗ്രഹിച്ചു. ഈ കന്യകയുടെ മധ്യസ്ഥയാൽ വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ക്രിസ്തുവിനെ ദർശിച്ച് ശുശ്രൂഷിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കരുത് എന്ന നാം ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 4, 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി
കാരണം ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ഭൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാത്തിൻ്റെയും ഉച്ഛിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത്, വത്സര മക്കളെ പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷം പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവർത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ വായി കർത്താവിൻ്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ അങ്ങേ മഹത്വം. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന് ശിഷ്യന്മാർ കതിരുകൾ പറിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയർ ചിലർ ചോദിച്ചു, സാബത്തിൽ നിശ്ചിതമായത് നിങ്ങൾ ചെയ്യുന്നത് എന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പമെടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു. അവൻ അവന് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. സാബത്ത് ദൈവം നൽകിയ ദിവസമാണ്. അന്ന് പാവപ്പെട്ടവരെ സഹായിക്കാതിരിക്കുന്നവർ, അല്ലെങ്കിൽ കിണറ്റിൽ വീണുപോയ, കുളത്തിൽ വീണുപോയ പശുവിനെയോ ആടിനെയോ രക്ഷിക്കാതിരിക്കുന്നത് തെറ്റാണ്. നമ്മളെ രക്ഷിക്കണം. സാബത്ത് ആണെന്ന് പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യാൻ അവസരം കിട്ടുന്നത് നമ്മൾ മുടക്കരുത്. ഒരാൾക്ക് വിശന്ന് കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം ഇല്ല എങ്കിൽ വിശന്ന് വന്നിരിക്കുക, നമുക്ക് സാബത്താണെങ്കിലും വിശന്ന് വന്നിരിക്കുന്നതിന് മുമ്പിൽ അവന് ഭക്ഷണം കൊടുക്കാൻ അവസരമുണ്ടെങ്കിൽ അവന് കൊടുക്കുക. അങ്ങനെ ദൈവത്തിന് മുമ്പിലും മനുഷ്യന് മുമ്പിലും പ്രീതിയുള്ള മക്കളായി തീരാൻ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. കാഴ്ചപ്രകാരം ആരംഭിക്കാം.
സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിൽ വിസ്മയനീയമായി അങ്ങയുടെ ഒപ്പമായിരിക്കുവാൻ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ അങ്ങ് സ്വീകരിക്കണമേ. അപ്പോൾ ഞങ്ങൾക്കൊന്നുപോലെ പാപമോചനം രക്ഷയെ പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. സ്വർഗരാജ്യത്തെ പ്രതി ക്രിസ്തുവിനായി സമർപ്പിച്ച മദർ തെരേസയെ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യ പ്രകൃതിയെ ആദ്യ ഉത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുവാൻ നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട സ്വർഗീയമായ സ്നേഹദാനങ്ങളിലേക്ക് ഞങ്ങളങ്ങ് നയിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരും സകല വിസ്തോടെ ചേർന്ന് ഞങ്ങളും എളിമയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾക്ക് കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ ഒരുപോലെ ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പി മുട്ടുകൾ മടക്കി വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ കർത്താവിൻ്റെ കുരിശുവിലേക്ക് നോക്കി നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് തിരക്തത്തിലൂടെ തിരുശരീരത്തിലൂടെ ഈശോയെ നമുക്ക് മുഴുവനുമായി ഒരു മനസ്സോടെ നമ്മുടെ എല്ലാം സമർപ്പിച്ച് ആരാധിക്കും. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകടന്നുകൾ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കും. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു പിതാവായ അങ്ങേക്ക് ഹൃദയ പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കലശി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പരമാത്മമെടുത്തു വീണ്ടും അങ്ങേക്ക് ഹൃദയം പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ജീവനോവിൻ്റെ
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പവും അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മാവിന് ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ പിതാക്കന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിന് ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണ്ണത്തിക്കണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവരും ഓർക്കണമേ. സ്വർഗസ്ഥനെ സ്വീകരിക്കണമേ. ഇന്ന് ജന്മദിനം ഓർക്കണമേ. വിവാഹം വാർഷികം ആഘോഷിക്കുന്ന മാർട്ടിൻ നീതോ മീഡിയകൾ കുടുംബത്തെയും ശോഭനാമണി മാത്യൂസിനെയും എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. നീ ബലിയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയം, ആ കന്യയുടെ ഭർത്താവ്, സർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപ്പിതാവ്, അപ്പസ്തലഗണത്തോട്, ഇന്നത്തെ തിരുനാൾ കാലപതിയായ മദർ തെരേസയോട്, മറ്റെല്ലാ വിശുദ്ധരുമൊത്ത് നിത്യന് പങ്കുചേരുവാൻ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കരങ്ങൾ കൂപ്പാം, ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായിലേക്ക് എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധനായി ദിവ്യോപദേശങ്ങൾക്കായി സ്വർഗീയപിതാവിനെ വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരികണം. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാത്മ പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കിയ എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തത്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും ലഭിച്ചുകയാണ് എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളവേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നയിക്കുന്നത്. ദിവ്യ കുഞ്ഞാടെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളവരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതൊത്തു പോകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എൻ്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൽ വേളയേകും എന്നും എന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗ്ഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിൽ സ്വർഗീയ പ്രവർത്തനം ഞങ്ങളെ ഒന്നുപോലെ ഉജ്ജ്വലിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ ദിവ്യ അഭിലാഷങ്ങളെ സദാ ജനിക്കുവാനും സൽപ്രവൃത്തികൾ നിറയുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി. അങ്ങേ ആത്മാവോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വെള്ളാങ്കണ്ണി മാതാവിൻ്റെ നവേനയാണ് ഇപ്പോൾ ചെല്ലുക. 8 നോയമ്പനുസരിച്ചുള്ള നമ്മളിപ്പോൾ 4-ാം ദിവസത്തെ നവേന ചൊല്ലുക. എന്നഴക് പുന്നരുളഴക്, എന്നഴക് പുന്നരുളഴക്, എന്നഴക് പുന്നരുളഴക്, എന്നഴക് പുന്നരുളഴക്. തീവാനിൽ തീച്ചുളയെ ദാവീദിൻ ഗോപുരമേ, സാരോണിൽ മലരഴക്, സിയോനിൽ അരുൾമകൾ. എന്നഴക് പുന്നരുളഴക്, അമ്മ അഴക് നൻപഴക്. കണ്ണിമയും തൂമയും കാഴ്ചയിൽ മേന്മയും വാർത്തയിലും മയും കൊള്ളை കൊണ്ടത് എന്നെ കൊള്ളை കൊണ്ടത്. കണ്ണിമയിൽ തൂമയും കാഴ്ചയിൽ മേന്മയും വാർത്തയിലും മയും കൊള്ളை
രോഗങ്ങളാൽ കഷ്ടങ്ങളാലും അവശനിലമേക്കുന്ന നിരാലംബരായ മക്കളുടെ ദിവ്യസാന്ത്വനമായ പരിശുദ്ധ ആരോഗ്യമാതാവിനെ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായതിനാണ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അവശ്യ നേരങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സദാ സന്നദ്ധയായിരിക്കുന്ന കന്യകാമറിയം വഴി കനായിലെ കന്യാള വിരുന്ന് സഹായമല്ലതുപോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ സഹായം എന്നും ഉണ്ടാകണം. മാനസികവും ശാരീരികവും ആത്മീയമായ അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രത്യാശയോടെ അണയുന്ന സ്വർഗീയ മാതാവേ, അങ്ങേ ദിവ്യസാന്ത്വനം നൽകി ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നാൾ ജപം 5-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ഏറ്റവും ദിവ്യകന്യകേ ഈശോയുടെ അതിനിർമ്മലമായ മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധ്യത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ദിവ്യനാഥന്റെ മനുഷ്യാവതാര വേളയിലും നിന്റെ നിർമ്മല ഉദരത്തിൽ നീ അവിടുത്തെ സംഭവിച്ച ആ 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കാൻ ഈ വിനിതാശ്രയെ ഞങ്ങളെ അനുവദിച്ചാൽ ദുഃഖിതരിൽ അലിവേറും നാഥേ, എന്റെ തീവ്രമായ പ്രാർത്ഥനകൾ വഴി ആനന്ദത്തെ നവീകരിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അവാച്യമായ ആനന്ദത്തെ ഭക്തിയാണ് അനുസ്മരിക്കുന്നവർക്ക് നീ പറഞ്ഞത് പ്രത്യേകമായ സംരക്ഷണം ഈ കഷ്ടതകളിൽ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് തരിക. അങ്ങേ തിരുകുമാരന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്ന തന്റെ വാഗ്ദാനങ്ങളിൽ ശരണപ്പെട്ട് നിന്റെ പ്രാർത്ഥനകളുടെ വല്ലഭത്തുള്ള വിശ്വാസത്താൽ നിറഞ്ഞു ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നവനാൾ വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ നൽകുക. ദൈവഗതമെങ്കിൽ എനിക്ക് നീ ലഭിച്ചിരണമേ. അത് ദൈവത്തിന് ഇഷ്ടമല്ലായെങ്കിൽ എനിക്ക് ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം ലഭിച്ചു തരിക. നമ്മുടെ ആവശ്യം പരിശുദ്ധ മാതാവിന്റെ മുന്നിൽ സമർപ്പിച്ച് അപേക്ഷിക്കും. അപേക്ഷിക്കാം. അങ്ങേ മഹത്വത്തിനായി ഞാൻ കഴിക്കുന്ന ഈ നവനാൾ വഴി നിന്റെ മധ്യസ്ഥയിലുള്ള എൻ്റെ സജീവമായ വിശ്വാസം പ്രകടമാക്കുക ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുകുമാരൻ നിന്റെ തിരുവുദരത്തിൽ വസനാളുകളിൽ നീ അനുഭവിച്ച അലൗകികമായ സ്നേഹാനന്ദത്തിന്റെ മഹിമയ്ക്കായി എൻ്റെ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കണം. അതിനോടുള്ള എൻ്റെ വണക്കം കുറിക്കുവാൻ ഞാനിതാ എൻ്റെ ഹൃദയവികാരികളെ നന്മ നിറഞ്ഞ മറിയവും നിനക്ക് കാഴ്ചവെക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ ദേവമാതാവേ, ഗബ്രിയേൽ ദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആദരവോടെ ഒന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ അഭിവന്ദനങ്ങളെ അങ്ങ് സ്വീകരിച്ച അങ്ങയുടെ കേവല മഹിമ കിരീടത്തിന് മുഖാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രക്തകണങ്ങളായി അവയെ ഓരോന്നും മാറട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രത്യാശ. അങ്ങേ വല്ലഭമേറും മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിക്കുന്ന വരങ്ങളും അനുഗ്രഹങ്ങളും വചനവും മാംസമായി നീ അനുഭവിച്ച ആനന്ദ വായ്പിനെ പ്രതി എനിക്ക് ലഭിച്ച തരണമേയെന്ന് വ്യാകുലന്മാരുടെ വിശ്വാസമായ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിനായി ഞാൻ എല്ലാ കാലവും ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഈ ഉദ്യമത്തിനായി കാഴ്ചവെക്കുന്നു. നിന്റെ ഹൃദയത്തെ എന്നെന്നും എരിയിച്ച സ്നേഹാന്തമായ ഈശോയുടെ ഹൃദയ സ്നേഹത്തെ പ്രതി ഈ എളിയ യാചനകൾ കേൾക്കണമേ. എൻ്റെ അപേക്ഷകൾ സാധിച്ചിരുന്നവരോട് ഞാൻ വിനീതമായി യാചിക്കുന്നു. ആരോഗ്യം മാതാവിനുള്ള ചെറിയ കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. കർത്താവെ ഞങ്ങൾ കരുണയോടെ കേൾക്കണമേ. ആകാശിരിക്കുന്ന ബാബുരാനെ, ഭൂലക്ഷണപുരാനെ, പ്രകാശനപുരാനെ, ഏകദേവശ്രീതമേ, പരിശുദ്ധ മറിയം, ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യനാഥ, മാലാഖമാരെ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ ആരോഗ്യനാഥ, ആദ്യ നേതൃത്വത്തോട് വെച്ച് വെളിപ്പെടുത്തിയ ആരോഗ്യനാഥ, പ്രവാചകന്മാർ പ്രകീർത്തിയായ വിശ്വാനക്ഷത്രമായ ആരോഗ്യനാഥ, ലോകത്തിന് നന്മ കൈവരുത്തുന്ന വെൺമേഘമായ ആരോഗ്യനാഥ, നന്മയുടെ നികേതനമായ ആരോഗ്യനാഥ, പിതാക്കന്മാരെ പുണ്യവതിയെന്ന് ഇതിന് മുമ്പ് തന്നെ പ്രകീർത്തിയ ആരോഗ്യനാഥ, ദിവ വഴി ആവിർഭവിച്ച ആരോഗ്യനാഥ, പിശാചിന്റെ തലയെ തകർത്ത ആരോഗ്യനാഥ, സാലി ഭരിച്ച 16 രാജാക്കന്മാരുടെ പിൻഗാമികളെ ഉന്നത ഗോത്രത്തിൽ ഇരുന്ന ആരോഗ്യനാഥ, ശിവാഗ്മനെയും അന്നായുടെയും ശിശുവായ ആരോഗ്യനാഥ, വളരെ വയസ്സായ മാതാപിതാക്കളിൽ നിന്നും ജാതിയായ ആരോഗ്യനാഥ, സർവ്വമാലാഖമാരെക്കാളും വിശുദ്ധനേക്കാളും ശോഭയേറിയ ജാതിയായ ആരോഗ്യനാഥ, ഏറ്റവും അധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യനാഥ, ദേവപ്രസാദത്തിന് ദീപമായ ആരോഗ്യനാഥ, ദേവപ്രസാദത്തിന് പുറമേ ദൈവിക ബന്ധത്താൽ അനുഗ്രഹീത ആരോഗ്യനാഥ, സകല വിശുദ്ധനേക്കാളും നന്മസ്വരൂപിണിയായ ആരോഗ്യനാഥ, സ്വർഗീയ പ്രഭയാൽ ജനാവസ്ഥത്തിൽ തന്നെ അനുഗ്രഹീത ആരോഗ്യനാഥ, തന്റെ ജനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പവരളിയ ആരോഗ്യനാഥ, ജനാർദ്ദനം വിളംബരം ചെയ്ത സമർപ്പിതയായ ആരോഗ്യനാഥ, മേരി എന്ന മധുരനാമം സ്വീകരിച്ച ആരോഗ്യനാഥ, 3 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ആരോഗ്യനാഥ, വിശുദ്ധ പുണ്യങ്ങളാൽ പൂർവാധിക ശുഷ്കാന്തിയോടെ വ്യാപരിച്ച ആരോഗ്യനാഥ, കന്യാലയമായ നിവാസികളെ മാതൃകയായ ആരോഗ്യനാഥ, രോഗികളെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥ, അങ്ങനെ ആശ്രയിക്കുന്നവരുടെ പ്രമാണ സംഗീതമായ ആരോഗ്യനാഥ, സകല വിശ്രയും സ്വർഗീയ ഗൃഹമായ ആരോഗ്യനാഥ, ഭൂലോക പാപങ്ങൾ നയിക്കുന്ന ദൈവീ കുഞ്ഞാടെ, ഭൂലോക പാപങ്ങൾ നയിക്കുന്ന ദൈവീ കുഞ്ഞാടെ, ഭൂലോക പാപങ്ങൾ നയിക്കുന്ന ദൈവീ കുഞ്ഞാടെ, ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. ജന്മഭാവമില്ലാതെ ഉപയോഗിച്ച മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അതിനിർമ്മലമായ മാതാവാകും ഭാഗ്യപ്പെട്ട കന്യക മറിയമേ, നിന്റെ അവാച്യമായ ദൈവരുമാനെ തിരഞ്ഞെടുത്ത ദൈവമേ, സന്തതം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾക്കായുള്ള മത്സമറിയത്തിൻ്റെ പ്രാർത്ഥനകൾ നീ കാരുണ്യപൂർവ്വം സാധിച്ചു കൊടുക്കണമേ. ആമേൻ. ശക്തിയും
പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയുടെ മകനായ മകളായ ഞങ്ങളെല്ലാവരും അങ്ങേ തിരുമുമ്പിലായിരിക്കുന്നു. ഈ ആരാധനയുടെ സുന്ദരമായ നിമിഷങ്ങളിൽ ദൈവമേ, അങ്ങയുടെ മുഖം ദർശിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങളെല്ലാവരും അണിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ വാത്സല്യമാണ് ഞങ്ങളെ ഒരടി മുന്നോട്ട് നയിക്കുവാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കുന്നത്. ദൈവമേ, എത്രയ്ക്ക് നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ചേർന്ന്, ഞങ്ങളുടെ സഹോദരന്മാർ ചേർന്ന്, ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന്, മക്കളോട് ചേർന്ന്, ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളോട് ചേർന്ന് കർത്താവേ ചെയ്തുവല്ലോ, നിങ്ങളെ തന്നെ വിശദീകരിക്കുക. ഞാനിതാ നിങ്ങളെ മധ്യ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ പുകഴ്ച. യേശുവേ നന്ദി. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിതാ ദൈവത്തിന്റെ കുഞ്ഞാട് എല്ലാ മാലാഖമാർ ചേർന്ന് ഇതാ 140ഓളം വരുന്ന എല്ലാ കൃപകളുടെയും എല്ലാ ജനങ്ങളുടെയും മധ്യേ അവിടെ കടന്നു വരുന്നത്. ഇവിടെ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ കുഞ്ഞാട് എല്ലാ ഗോത്രങ്ങളെയും 12 144 ദൈവീകമായ ഗോത്രങ്ങളിലെ ജനങ്ങളെ അനുഗ്രഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും കടന്നിരുന്നു. അഭിയോഗ ഞാൻ പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, അവനെ അനുഗമിക്കുക എന്ന് പറയുക. ഈശോ കടന്നു വരുമ്പോൾ ഇതാ ദൈവ കുഞ്ഞാട് നമ്മുടെ മധ്യയിൽ നിന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി തന്റെ രക്തം നൽകി, നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി കുരിശിൽ മരിച്ച ഈശോ ഇതാ അപ്പമായി, ആദ്യം അന്ത്യമായ ഈശോ, ആരംഭവും അവസാനമായ ഈശോ, ആൽഫായും ഒമേഗായുമായ ഈശോ നമ്മുടെ മധ്യ എഴുന്നേൽക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ തൂങ്ങിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവിക്ക് മാന്യം സംഭവിച്ചില്ല. കർത്താവേ സ്തുതിച്ചേയൊന്ന്. എല്ലാ രോഗികൾക്കും സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിച്ചേ. കൊറോണ രോഗികൾ സൗഖ്യം ലഭിക്കണമേ. കുടുംബങ്ങളെ പ്രയാസങ്ങൾ മാറാൻ, കുടുംബത്തിലെ മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ, മക്കളെ അനുഗ്രഹിക്കാൻ, ബന്ധുക്കളെ അനുഗ്രഹിക്കാൻ, രോഗപീഠയാൽ പ്രയാസം അനുഗ്രഹിക്കാൻ, ഗർഭിണികളെ അനുഗ്രഹിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ജീവാശരത്തെ തിരു സസ്മ എന്നീ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ.
ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ ഈശോയായിരിക്കും സ്തുതിയായിരിക്കും.